ഇന്നൊരു കഥ കേട്ടാലോ? വേറെ ആരുടെ കഥയല്ല, ഞാനെന്ന എൻ്റെ തന്നെ കഥ. പണ്ട് 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 ഈ പണ്ട് പണ്ട് എന്ന് പറയുമ്പോൾ ഗാന്ധിജിൻ്റെ ആ കാലഘട്ടത്തേക്കൊന്നും പോണ്ട. എനിക്കൊരു 7 അത്ര വേണ്ടല്ലേ, എന്നാൽ ഒരു 9 ആ ഒരു ഏജിലെ ടൈമിൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഡോറ ബുജിയും ഹലോ കിറ്റിയൊക്കെ കണ്ട ടൈമിൽ ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും കൂടി കണ്ടൊരു സംഭവമുണ്ട്. 1 2 3 ഗോ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അതിൽ ക്രാഫ്റ്റ് പരമായും ഫുഡ് പരമായും അങ്ങനെ പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ചലഞ്ചുകൾ നടത്തും. നല്ല രസം അത് കണ്ടിരിക്കാൻ. അപ്പം അതിൽ ക്രാഫ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോണ സാധനമാണ് ഒരു പെന്ന്. അത് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മെൽറ്റായിട്ട് ഒരു ഗ്ലൂ പോലത്തെ ഒരു സംഭവം വരും. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കാം. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതും ആ സംഭവം നമുക്ക് 3Dയിൽ വരച്ചെടുക്കാൻ പറ്റും. അടിപൊളിയല്ലേ? അന്ന് മുതൽ അത് വാങ്ങണം എന്നുള്ള ആഗ്രഹം അങ്ങനെ കൂടി വന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതങ്ങനെ നാട്ടിൽ പെട്ടെന്നൊന്നും കിട്ടൂല. പിന്നെ ഈ ആമസോണിൽ മീഷോയിൽ അതിലൊക്കെ ഉണ്ടാവും. പക്ഷെ അന്നത്തെ ബുദ്ധിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഈ സാധനം ഇപ്പം എവിടുന്ന് കിട്ടുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അതാ എൻ്റെ ഉപ്പച്ചി വരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പോലെ തന്നെ ഞാൻ ഉപ്പച്ചിക്ക് എൻ്റെ ഓർഡർ കൊണ്ട് കൊടുത്തു. അങ്ങനെ സാധനം ഉപ്പച്ചിൻ്റെ കയ്യിൽ കിട്ടി. ഉപ്പച്ചി പെട്ടിയിൽ പാക്ക് ചെയ്തെന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി. പിന്നെ ഇങ്ങോട്ടൊരു കാത്തിരിപ്പേനു ഉപ്പച്ചി വരാനുള്ള. ഇനി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഉപ്പച്ചി വന്നിട്ട് വേണം ആ പെട്ടി തോന്നിട്ട് എനിക്ക് എൻ്റെ സാധനം എടുക്കാൻ. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ഉപ്പച്ചി നാട്ടിലെത്തി. ഉപ്പച്ചി വീട്ടിലെത്തിയ പാടെ തന്നെ പെട്ടി പൊട്ടിച്ചെൻ്റെ സാധനം എടുക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എൻ്റെ ഉറക്കെന്നെ ചതിച്ചു. ഉപ്പച്ചി വന്നത് ഒരു പുലർച്ചെ സമയമായതുകൊണ്ട് ഞാൻ നീച്ചതാണെങ്കിൽ നട്ടുച്ച നേരത്താണ്. അങ്ങനെ പെട്ടി പൊട്ടിച്ച് സാധനം കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വേഗം യൂസാക്കി നോക്കി. അപ്പോഴല്ലേ സംഭവത്തിൻ്റെ കിടപ്പ് മനസ്സിലാണ്. വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളേനു, പക്ഷേ അത് പരിശീലിച്ചവർക്ക് മാത്രം. അതായിട്ടൊരു ചിത്രം വരയ്ക്കണത് പോയിട്ട് ഒരു വട്ടം പോലും എനിക്കതായിട്ട് വരയ്ക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അന്ന് പൂട്ടി വെച്ചതാണ് ഈ പെട്ടി. പിന്നെ 2-3 മാസങ്ങൾക്ക് ശേഷം ഒന്ന് യൂസാക്കി നോക്കാതിരിച്ചെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതാ ഈ വീട്. അതും മണിക്കൂറുകളുടെ കഷ്ടപ്പാടിനൊടുവിൽ. അതിനുശേഷം ഇപ്പോഴാണ് ഈ പെട്ടി ഒന്ന് എടുക്കുന്നത്. അപ്പം ഈ വീട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. കാരണം അതന്നെയാണ് എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ കഥ ഇത്രേ ഉള്ളൂ. സോ അക്കോർഡിംഗ് ടു ദ സ്റ്റോറി, ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് അല്ലാഹ്ക്കറിയാക്കാരം. എന്തായാലും സംഭവത്തിൻ്റെ ലാസ്റ്റ് എനിക്ക് ഇഷ്ടമായിക്കണേ. നിങ്ങൾക്കോ?